ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി. ഇതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും ഗ്രീൻലാൻഡിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഡെൻമാർക്ക് വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെ സൈനിക പരിശീലനങ്ങളും അവിടെ നടത്തുന്നുണ്ട്. വെറുമൊരു പരിശീലനത്തിനപ്പുറം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായാണ് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വിലയിരുത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന്റെ ഭാഗമാണെങ്കിലും ഇതൊരു സ്വയംഭരണ പ്രദേശമാണ്. അമേരിക്ക ഈ മഞ്ഞുദ്വീപിന് പിന്നാലെ കൂടുന്നതിന് പിന്നിൽ പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പ്രകൃതി വിഭവങ്ങൾ, റഷ്യ ചൈന ഭീഷണി എന്നിവയാണ് ഈ കാരണങ്ങൾ. ജിയോഗ്രഫിക്കലായി ആർട്ടിക് മേഖലയിലെ സൈനിക ആധിപത്യത്തിന് ഗ്രീൻലാൻഡ് അത്യാവശ്യമാണെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അപൂർവമായ ധാതുക്കളും എണ്ണ നിക്ഷേപവും ഇവിടെയുണ്ടെന്നും കരുതപ്പെടുന്നു. അമേരിക്ക ഇത് വാങ്ങിയില്ലെങ്കിൽ ചൈനയോ റഷ്യയോ ഇവിടെ പിടിമുടുക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ ആശങ്ക. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡിൽ കണ്ണുവച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രീൻലാൻഡ് വിൽപ്പനക്കുള്ളതല്ല എന്നാണ് ഇക്കാര്യത്തിൽ ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിന്റെയും നിലപാട്. ഈ തർക്കമാണ് ഇപ്പോൾ കേവലം വാക്കുകളിൽ നിന്നും മാറി സൈനിക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിശേഷം. അൽ ജസീറയും മറ്റു അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇതിനോടകം തന്നെ ഡെൻമാർക്ക് അവരുടെ കോമ്പാറ്റ് സോൾജിയേഴ്സിനെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോയൽ ഡാനിഷ് ആർമി ചീഫ് മേജർ ജനറൽ പീറ്റർ ബോയ്സൺ നേരിട്ടാണ് ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓപ്പറേഷൻ ആർട്ടിക് എൻഡ്യൂറൻസ് എന്നാണ് ഈ സൈനിക നീക്കത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഡെൻമാർക്ക് ഒറ്റയ്ക്കല്ല ഈ നീക്കം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ തുടങ്ങിയ നാറ്റോ രാജ്യങ്ങളും ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഗ്രീൻലാൻഡിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഡെൻമാർക്ക് നൽകുന്നത്. 2026 ജനുവരി 19-നാണ് പീറ്റർ ബോയ്സന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം സൈനികർ ഗ്രീൻലാൻഡിലെത്തിയത്. ഗ്രീൻലാൻഡ് തലസ്ഥാനമായ നൂക്കിൽ സൈനിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക താൽക്കാലിക സൈനിക പ്രദേശവും ഡെൻമാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വിദേശ അധിനിവേശമുണ്ടായാൽ നാറ്റോയുടെ സംയുക്ത പ്രതിരോധ വ്യവസ്ഥയായ ആർട്ടിക്കിൾ 5 പ്രയോഗിക്കുമെന്നും സൈന്യം മുൻകൂട്ടി ഉത്തരവുകൾക്കായി കാത്തു നിൽക്കാതെ തിരിച്ചടിക്കുമെന്നും ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഗ്രീൻലാൻഡിന്റെ പ്രതിരോധത്തെ ട്രംപ് പരിഹസിച്ചിരുന്നു. 2 നായ്ക്കളെ കെട്ടിയ സ്ലഡ്ജുകൾ മാത്രമാണ് അവിടുത്തെ പ്രതിരോധം എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. ഇതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആധുനിക യുദ്ധവിമാനങ്ങളും കപ്പലുകളും. അതേസമയം ഡൊണാൾഡ് ട്രംപ് തന്റെ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നൽകുന്ന സൂചന. സൈനിക ഭീഷണിക്ക് പുറമെ സാമ്പത്തിക യുദ്ധവും ഇതിന്റെ പേരിൽ US പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്ക് ഡെൻമാർക്ക് തയ്യാറായില്ലെങ്കിൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10 മുതൽ 25% വരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഒരു ഭൂപ്രദേശം വാങ്ങാൻ വേണ്ടി സഖ്യകക്ഷികൾക്ക് മേൽ ഇത്തരം സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിനുള്ളിൽ തന്നെ ഇത് വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങൾ, മറുവശത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഐക്യം എന്നിങ്ങനെയായി നാറ്റോ രണ്ടാകുമെന്നും ആശങ്കയുണ്ട്. അതിനാൽ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു വലിയ വ്യാപാര യുദ്ധമാണോ അതോ സൈനിക ഏറ്റുമുട്ടലായിരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.